അജപാലന സന്ദർശനത്തിനായി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ എത്തി. 2024 സെപ്റ്റംബർ 11 മുതൽ 29 വരെ നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിൽ രൂപതയുടെ വിവിധ ഇടവകകളും മിഷൻ കേന്ദ്രങ്ങളും മാർ തട്ടിൽ സന്ദർശിക്കും. മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി ബ്രിട്ടനിലെത്തുന്ന സഭാതലവന് ഊഷ്മള സ്വീകരണമാണ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാ അധ്യക്ഷൻ മാർ ജോസഫ് സാംബ്രിക്കലിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയത്. മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി ബ്രിട്ടനിലെത്തുന്ന സഭാതലവനെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ PRO റവറന്റ് ഡോക്ടർ ടോം ഓലിക്കരോട്ട് അറിയിച്ചു. 2024 സെപ്റ്റംബർ 11 മുതൽ 29 വരെ നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിൽ രൂപതയുടെ വിവിധ ഇടവകകളും മിഷൻ കേന്ദ്രങ്ങളും മാർ തട്ടിൽ സന്ദർശിക്കും. 17-ന് ഹീത്രൂ വിമാനത്താവളത്തിലെത്തുന്ന മേജർ ആർച്ച് ബിഷപ്പിനെ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കലിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും. 12-ന് റാംസ്ഗേറ്റ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ രൂപതയിലെ വൈദിക സമ്മേളനത്തെ മേജർ ആർച്ച് ബിഷപ്പ് അഭിസംബോധന ചെയ്യും. 15-ന് വൂൾവർ ഹാംപ്ടണിൽ 1500-ൽ പരം യുവജനങ്ങൾ പങ്കെടുക്കുന്ന ഹന്തൂസ SMYM കൺവെൻഷൻ മാർ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. 16-ന് ബർമിംഗ്ഹാമിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത പുതുതായി വാങ്ങിയ മാർ യൗസേപ്പ് അജപാലന ഭവനത്തിന്റെയും രൂപത ആസ്ഥാനത്തിന്റെയും വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കുന്ന അഭിമന്യ പിതാവ് 21-ന് ബഥേൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന വിമൻസ് ഫോറം വാർഷിക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. വെസ്റ്റ് മിനിസ്റ്റർ കാർഡിനൽ വിൻസെന്റ് നിക്കോൾസ്, ഇംഗ്ലണ്ടിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് മിഗ്വൽ മൗറി എന്നിവരുമായി മാർ റാഫേൽ തട്ടിൽ കൂടിക്കാഴ്ചകൾ നടത്തും. ബ്രിസ്റ്റോളിലെ പുതിയ ഇടവക ദേവാലയത്തിന്റെ കൂദാശ കർമ്മവും രൂപതയിലെ വിവിധ റീജിയണുകളിലെ 15 പുതിയ മിഷൻ കേന്ദ്രങ്ങളുടെ പ്രഖ്യാപനവും മാർ തട്ടിൽ നിർവഹിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയ്ക്ക് സ്വന്തമായുള്ള 5 ഇടവകകൾ സന്ദർശിക്കുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യും. മേജർ ആർച്ച് ബിഷപ്പിന്റെ സന്ദർശനത്തെ മാതൃസഭയോടുള്ള തങ്ങളുടെ കൂട്ടായ്മയും മാർ തോമസ് ലേഹായുടെ പിൻഗാമിയായ സഭാതലവനോടുള്ള വിധേയത്വം പ്രകടിപ്പിക്കാനുള്ള അവസരമായാണ് ഗ്രേറ്റ് ബ്രിട്ടനിലെ സീറോ മലബാർ വിശ്വാസികൾ കാണുന്നതെന്ന് ബിഷപ്പ് മാർ ജോസഫ് സ്രാമ്പിക്കൽ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്.